നമസ്കാരം. ഇൻഫെക്ഷൻ കൺട്രോൾ SCT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. ആശുപത്രി മാലിന്യങ്ങളിൽ ബയോമെഡിക്കൽ വേസ്റ്റ്, ജനറൽ വേസ്റ്റ് എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ആശുപത്രി മാലിന്യങ്ങളും അവ തരംതിരിച്ച് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാൽ മനുഷ്യരിലോ മൃഗങ്ങളിലോ നടത്തുന്ന രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടോ ചികിത്സയുടെ ഭാഗമായിട്ടോ രോഗപ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായിട്ടോ ഉണ്ടാകുന്ന രോഗാണുബാധയുടെ സാധ്യതയുള്ള മാലിന്യങ്ങൾ ആകുന്നു. മറ്റു മാലിന്യങ്ങളെ ജനറൽ വേസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ആശുപത്രികളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ 80% ജനറൽ വേസ്റ്റ് ആകുന്നു. 15% മാത്രമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് വിഭാഗത്തിൽ പെടുന്നത്. എന്നാൽ ശരിയായ വിധത്തിൽ തരം തിരിച്ച് നിക്ഷേപിക്കാതെ തമ്മിൽ കലരുന്നതിന് ഇടയായാൽ എല്ലാ വേസ്റ്റും ബയോമെഡിക്കൽ വേസ്റ്റായി മാറുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൃത്യമായി വിഭജിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധിക്കൂ, ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്ക് 4 കളർ കോഡുകളാണ് ഉള്ളത്. ചുമപ്പ്, മഞ്ഞ, നീല, വെള്ള എന്നിവയാണ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കളർ കോഡുകൾ. ചുമന്ന ബക്കറ്റ്. ചുമന്ന കവറിട്ട ചുമന്ന ബക്കറ്റിൽ അണുവിമുക്തമാക്കി പുനർചംക്രമണം ചെയ്യാവുന്ന ചികിത്സയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്, റബ്ബർ സാധനങ്ങൾ നിക്ഷേപിക്കാവുന്നതാണ്. അതായത് സൂചി മാറ്റിയ സിറിഞ്ച്, പ്ലാസ്റ്റിക് IV ബോട്ടിൽസ്, IV സെറ്റുകൾ, പ്ലാസ്റ്റിക് ട്യൂബുകൾ, ഗ്ലൗസ്, കത്തീറ്റേഴ്സ്, ഒഴിഞ്ഞ ബ്ലഡ് ബാഗ്, ബ്ലഡ് സെറ്റ്, രക്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബുകൾ, റബ്ബർ ഷീറ്റ്, കാനുല, നീഡിൽ മുതലായവയുടെ പ്ലാസ്റ്റിക് ക്യാപ്പുകൾ, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ഓയിൻമെന്റ് ട്യൂബുകൾ എന്നിവ ചുമന്ന ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്. മഞ്ഞ ബക്കറ്റ്. മഞ്ഞ ബക്കറ്റിൽ കത്തിച്ചു കളയുവാൻ സാധിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് നിക്ഷേപിക്കേണ്ടത്. അതായത് മുറിച്ചു മാറ്റിയ ശരീരഭാഗങ്ങൾ, പ്ലസന്റ, മാസ്ക്, ഗൗൺ, ഹെഡ് ക്യാപ്പ്, ഡ്രസ്സിങ്സ്, രക്തം, കഫം, മറ്റു ശരീരസ്രവങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ട പഞ്ഞി, തുണി, പേപ്പർ എന്നിവ, രോഗികളുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട കാനുലകൾ, ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ്, പ്ലാസ്റ്റർ കാസ്റ്റ്, ലബോറട്ടറി മാലിന്യങ്ങൾ എന്നിവ മഞ്ഞ ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ ഉപയോഗശൂന്യമായ മരുന്നുകൾ, സൂചിയില്ലാത്ത കീമോ വേസ്റ്റുകൾ എന്നിവ സൈറ്റോടോക്സിക് എന്ന ലേബലുള്ള മഞ്ഞ കവറിൽ നിക്ഷേപിക്കാവുന്നതാണ്. വെള്ള നിറം. വെളുത്ത നിറത്തിലുള്ള ടാമ്പർ പ്രൂഫ് സംഭരണിയിൽ മൂർച്ചയേറിയ വസ്തുക്കൾ നിക്ഷേപിക്കേണ്ടതാണ്. അതായത് സൂചി, ബ്ലേഡ്, സ്കാൽപെൻ സെറ്റ്, സൂചി മാറ്റുവാൻ സാധിക്കാത്ത സിറിഞ്ചുകൾ, ഈസി ഗ്ലൈഡ്, ലാൻസെറ്റ് എന്നിവ വെളുത്ത സംഭരണിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും സൂചി, കാനുല എന്നിവയുടെ പ്ലാസ്റ്റിക് ക്യാപ്പുകൾ ടാമ്പർ പ്രൂഫ് കണ്ടെയ്നറിൽ ഇടുവാൻ പാടില്ല. സൂചി ഒടിഞ്ഞുമാറിയ അവസ്ഥയിൽ സൂചിയുടെ മൂർച്ചയുള്ള ഭാഗവും ഒടിഞ്ഞുമാറിയ പ്ലാസ്റ്റിക് ഭാഗവും ടാമ്പർ പ്രൂഫ് കണ്ടെയ്നർ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. നീല നിറം. നീല നിറം 2ആയി വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത് ഗ്ലാസ് വിഭാഗം നിക്ഷേപിക്കുന്നതിന് ആംബ്യൂൾസ്, വയൽസ്, മരുന്നുകുപ്പികൾ, ഗ്ലാസ് സ്ലൈഡ്, ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ് എന്നിവ നീല ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ്. രണ്ടാമത്തെ വലിയ ബക്കറ്റിൽ രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഉപയോഗിച്ച മെറ്റാലിക് ഇംപ്ലാന്റ്സ്, സർജിക്കൽ നെയിൽസ്, മെറ്റൽ പ്ലേറ്റ്സ്, നട്ട്, ബോൾട്ട് എന്നിവ അണുവിമുക്തമാക്കി നിക്ഷേപിക്കാവുന്നതാണ്. ഇവയാണ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ തരംതിരിക്കൽ രീതികൾ. ജനറൽ വേസ്റ്റ്. പച്ച ബക്കറ്റ്. ഇവ പല ബക്കറ്റുകളിലാണ് ശേഖരിക്കുന്നത്. ആഹാരാവശിഷ്ടങ്ങൾ ഒരു ബക്കറ്റ്, ഇല, കുതിർന്ന പേപ്പർ, അലൂമിനിയം ഫോയിൽ, കറി കവറുകൾ, ബിസ്ക്കറ്റ് കവറുകൾ മുതലായവ ഒരു ബക്കറ്റ്, പഴത്തൊലി, മുട്ടത്തോട്, നാരങ്ങത്തോട്,
ഓറഞ്ച് തോട്, മാതളത്തിൻ്റെ തോട്, എല്ലുകൾ, മീൻമുള്ള് എന്നിവ ശേഖരിക്കുന്നതിന് മറ്റൊരു ബക്കറ്റ്, വെള്ളം കുടിക്കുന്ന കുപ്പി, ബീറ്റാഡിൻ ബോട്ടിൽ, സ്പിരിറ്റ് ബോട്ടിൽ, സാനിറ്റൈസർ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബിരിയാണി പാത്രങ്ങൾ, ഒഴിഞ്ഞ ജ്യൂസ് ടിൻ, പേനകൾ, അലൂമിനിയം ഓയിൻമെൻറ്റ് ട്യൂബുകൾ, പൊട്ടിയ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ ഇവ ശേഖരിക്കുന്നതിന് മറ്റൊരു ബക്കറ്റ് എന്നതാണ് ജനറൽ വേസ്റ്റിൻ്റെ മാലിന്യ തരംതിരിക്കൽ രീതി. ഇവ കൂടാതെ ഇലക്ട്രോണിക് വേസ്റ്റ്, അതായത് ട്യൂബ്, ബാറ്ററി, സ്റ്റാർട്ടർ, ചോക്ക് മുതലായവ പ്രത്യേകം ശേഖരിച്ച് ഇമേജിൻ്റെ മാലിന്യ ശേഖരണ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേകം ശേഖരണിയിൽ നിക്ഷേപിക്കേണ്ടതാണ്. ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, കാർഡ്ബോർഡ്, പൊട്ടിയ ജനാലച്ചില്ലുകൾ, മറ്റ് ഗ്ലാസ് ഐറ്റം എന്നിവയും ഇമേജിൻ്റെ പ്രത്യേക സംഭരണ സ്ഥലത്ത് നിക്ഷേപിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ആശുപത്രിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അണുവിമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വരും തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും ശരിയായ രീതിയിൽ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. നന്ദി.